ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ചെറിയ കട പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മതിലകത്തുനിന്ന് പള്ളിവളവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂർക്ക് പോണ റൂട്ടിൽ പള്ളിവളവിൽ നിന്ന് റൈറ്റിലോട്ട്, അതായത് പള്ളിവളവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മതിലകം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് നമ്മൾ വെള്ളാങ്കല്ലൂർക്ക് പോകുന്ന പുതിയ NH പണിയുന്ന സ്ഥലത്തോട്ട് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ ചെറിയ കട വരുന്നത്. ഇത് നമ്മുടെ ഒരു ചേച്ചിയും ചേട്ടനും കൂടി നടത്തുന്ന ഒരു കടയാണ്. ചേട്ടൻ എന്തോരം ദൂരം വരെ ചേട്ടൻ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഭക്ഷണം? നമ്മൾ ഓർഡർ ചെയ്ത് ചോറ് ആള് നമുക്ക് എത്തിച്ചു തരണമെങ്കിൽ എത്തിച്ചു എത്ര ചോറ് വരെ നല്ല ചോറിനും കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ്റെ പേരെന്താ? ജോയി. നമ്മളൊന്ന് സപ്പോർട്ട് ചേച്ചിയും ചേട്ടനും കൂടെ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണേ അല്ലേ? രാവിലെ തുടങ്ങിയോടെ ഉണ്ട് ഒരു നമ്മുടെ വീട് മാറി ഭക്ഷണം വയ്ക്കൂ, ഞങ്ങൾ അതിൽ നിന്ന് കഴിക്കും. അപ്പോൾ വരുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ കഴിക്കുക. ഭക്ഷണം കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഭക്ഷണം തികയണില്ല. അപ്പൊ ഇനി ആൾക്കാർ വരുമ്പോഴും ഭക്ഷണം നിങ്ങൾ തികച്ചല്ല, അവരെ സംതൃപ്തിപ്പെടുത്തിയിട്ട് വിടാം കേട്ടാ. നമ്മൾ ഈ കട എത്ര മണിയാകുമ്പോൾ തുറക്കും? രാവിലെ 5:30 തുറക്കും. 5:30 തുറന്നു കഴിഞ്ഞാൽ ഭക്ഷണം എപ്പോൾ തുടങ്ങാം? പുട്ടുണ്ടാവും. പിന്നെ വേറെ എന്തുട്ടാ? കഞ്ഞി ഉണ്ടാവും. എത്ര മണി വരെ ഉണ്ടാവും? ഉണ്ടാവും. ഊണ് ഇങ്ങനെ സാധാരണ 60 രൂപ, മീൻകറി കൂട്ടിയിട്ട് 60 രൂപ. സ്പെഷ്യലാണെങ്കിൽ കഞ്ഞി, പിന്നെ കഞ്ഞി 40 രൂപ. അതിൽ വല്ല ഓംപ്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും പൈസ. ഓംപ്ലേറ്റ് കഞ്ഞിക്ക് 40 രൂപ, ചോറ് 60 രൂപ. എത്ര മണി വരെ ഉണ്ടാവും? 9 മണി. വേറെ ആരാ ചേട്ടനാ സഹായിക്കുന്നത്? പാചകമൊക്കെ ഇവിടെ തന്നെയാണോ? എല്ലാവരും ഇവിടെ തന്നെ. നിങ്ങൾ ഭക്ഷണം കഴിക്കണതോ? അല്ല, ഇതിൽ നിന്ന് തന്നെയല്ലേ? ഇവിടുന്ന് തന്നെ കഴിക്കാൻ വിൽക്കണത് തന്നെ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇനി ഇപ്പം ഇവിടെ മതിലകത്ത് ഈ പരിസരത്ത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കും. ഈ പൈസ കൂടുതൽ മേടിക്കുമോ? സർവീസ് ചാർജ് എന്തെങ്കിലും? ഒന്നുമില്ല. ഈ സൈക്കിൾ ഇപ്പോൾ കൊണ്ടുപോകാൻ കണ്ട് കൊണ്ടുപോയി കൊടുക്കും. ഒരു ഏകദേശം ഒരു കിലോമീറ്റർ, ഒരു 5 കിലോമീറ്റർ അത്ര പറ്റുമോ? പറ്റൂല. അത്യാവശ്യം ഇവിടെ അടുത്ത പരിസരത്തൊക്കെ കൊണ്ടുപോകും. ഇപ്പൊ പോയത് കിഴക്കോട്ട് എങ്ങോട്ടാണ്? അത്യാവശ്യം അടുത്ത് സൈക്കിളുമ്പോൾ പോകാൻ ദൂരങ്ങളാണെങ്കിൽ കൊണ്ടെത്തിച്ചു കൊടുക്കും. അധികം തിരക്കില്ലാത്ത സമയമാണ്. ഓക്കെ, ശരി. കുറേ വർഷമായ തുടങ്ങിയ കാലം തുടങ്ങി. അപ്പൊ എത്ര വർഷമായി ചേട്ടന് ഭക്ഷണം കഴിക്കാൻ ഇവിടെ? 10 കൊല്ലമായിട്ടുണ്ടാവും. എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? അടിപൊളി ഭക്ഷണമാണ്. ഈ റൂട്ടിൽ തന്നെ. അപ്പോൾ ഇനി ഇവിടെ വരുന്ന ആൾക്കാർക്കും അങ്ങനെ തന്നെ അടിപൊളിയായിട്ട് കഴിക്കാമല്ലേ? ഇങ്ങനൊരു കട ഇവിടെ ഇല്ലാന്നാണ് പലരും പറയണത്. ഇങ്ങനൊരു കട ഇല്ലാന്ന്. അത് കറക്റ്റ് സ്ഥലം പറഞ്ഞ എവിടെയാണ്? പള്ളിവളവ്. അതായത് മതിലകം കഴിഞ്ഞിട്ട് പള്ളിവളവിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട്, അതായത് പള്ളിവളവിന്ന് റൈറ്റ് തിരിഞ്ഞ് ഇത് ഏത് റൂട്ട്? വെള്ളാങ്കല്ലൂർക്ക് പോകുമ്പോൾ പുതിയ NH പണിയാനായിട്ട് തൊട്ടിപ്പുറത്ത് ഇത് പള്ളിയുടെ വരുന്ന സെൻറ്റ് ജോസഫ്. അപ്പോൾ ചോറൊക്കെ ആണെങ്കിൽ സാധാ ചോറാണെങ്കിൽ 60 രൂപ. സ്പെഷ്യൽ മീൻകറി 20 രൂപ. അടിപൊളിയാണ്. ഈ ചേട്ടൻ 10 വർഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ 10 വർഷമായിട്ട് ചേട്ടൻ ഇവിടെ തന്നെ കഴിക്കാറ്. പറവൂര വീടല്ലേ? എൻ്റെ പേരെന്താ? മനോജ്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാർക്ക് വേണമെങ്കിൽ അവർ ഇവിടെ ഒന്ന് സെറ്റായിട്ട് കഴിച്ചോളൂ. വൈകുന്നേരം കൊള്ളി, ബോട്ടി, പിന്നെ ചിക്കൻ പാർട്സ്, പിന്നെ ചപ്പാത്തി, പിന്നെ പൊറോട്ട, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വൈകുന്നേരം ഉണ്ടാവും. ഒരു 9:30 വരെ അവർ ഭക്ഷണം ഉണ്ടാവുന്നതാണ്. എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്ക്
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ വൈകുന്നേരം നമുക്കൊരു 9:30 വരെ ഇവിടെ കട ഉണ്ടാവുമെന്നാണ് ഇവർ പറഞ്ഞത്, ചേച്ചി പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ഫുഡായ ഭക്ഷണങ്ങൾ അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവർ നല്ല രീതിയിൽ ചെയ്യുന്നു. അപ്പോൾ ഇത് കറക്റ്റ് സ്ഥലം വരുന്നത് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ പള്ളിവളവ് മതിലകം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ജംഗ്ഷനാണ് പള്ളിവളവ്. അതായത് കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുമ്പോഴാണ് കേട്ടോ ഈ സ്ഥലം. അതായത് അവിടെ നിന്ന് വരുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് സ്ഥലം അറിയും. വെള്ളാങ്കല്ലൂർക്ക് പോണ റൂട്ട് ഒരു പള്ളിയുണ്ട്, പള്ളിയോട് ചേർന്നാണ് ഈ കട വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് നമ്മളുടെ കൂടെ അവരെ കൂട്ടിച്ചേർക്കുക. താങ്ക് യു. നമ്മുടെ ജോയി ചേട്ടൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്.